ഈ തെരഞ്ഞെടുപ്പുകളിൽ ചിലർ ജയിക്കും, ചിലർ തോൽക്കും. തോറ്റു കഴിഞ്ഞാൽ തോൽവിയുടെ പാഠങ്ങൾ പഠിക്കും. എന്തുകൊണ്ട് തോറ്റു അന്വേഷിക്കും, കാരണങ്ങൾ കണ്ടെത്തും, അത് പരിഹരിക്കും. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിന് ജയിക്കും. അതാണ് സിസ്റ്റം, അതാണ് രീതി, അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. ഇവിടെ BJP തോൽക്കാറുണ്ട്, CPM തോൽക്കാറുണ്ട്, കോൺഗ്രസ് തോൽക്കാറുണ്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടിയും തോൽക്കാറുണ്ട്. തോറ്റു കഴിഞ്ഞാൽ ചുമ്മാതിരുന്ന് കരയുകയല്ല, സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുകയല്ല. അവരൊന്നും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്, അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങൾ പഠിക്കും. കാരണം വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് തോന്നണം, ജനങ്ങൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയോട് അവർക്ക് വിശ്വാസം ഉണ്ടാവണം. അപ്പോഴാണ് അവർ വോട്ട് ചെയ്യുക. അല്ലാതെ ആദ്യം തന്നെ ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, ആളുകളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നാൽ അതെങ്ങനെ ശരിയാവുക? പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ബീഹാറിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞതായിരുന്നു മറ്റേ ഹരിയാനയിൽ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ മുഴുവനും കോൺഗ്രസ് ആയിരുന്നു ജയിക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ വോട്ടെണ്ണിയപ്പോൾ BJP ജയിച്ചു. അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണം. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അതില് ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ജയിക്കുകയോ? ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലെ അറിയേണ്ട കാര്യങ്ങളല്ലേ? പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും വലിയ പൊട്ടത്തരം എന്ന് പറയുന്നത്, അതായത് 8 പേരിൽ ഒരാൾ വ്യാജ വോട്ടറാണത്രേ. അവിടെ ഹരിയാനയിൽ വോട്ട് ചെയ്ത 8 പേരിൽ ഒരാൾ വ്യാജ വോട്ടറായിരുന്നു. സാധാരണ ബൂത്തുകളിൽ ബൂത്ത് ഏജന്റ് ഒക്കെ ഉണ്ടാവില്ലേ? 8 പേരിങ്ങനെ വോട്ട് ചെയ്യാൻ വരുമ്പോ അതിൽ ഒരാള് വ്യാജ വോട്ടറാണെങ്കിൽ കണ്ടുപിടിക്കണ്ടേ, അപ്പം പരാതിപ്പെടണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇനിയിപ്പോ നിങ്ങളൊരു കാര്യം അറിയണം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ആ പൊട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഇപ്പം കഴിഞ്ഞ ബീഹാർ വോട്ടെടുപ്പിൽ ആകെ പ്രശ്നമാണ്. അവിടെ വീണ്ടും ക്രമക്കേടുകളിലൂടെയാണ് BJP ജയിച്ചത് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ, നിങ്ങൾ കോടതിയിൽ പോകണം. 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യണം. നിങ്ങൾ ഈ BJPയുടെ വിജയത്തെ ചോദ്യം ചെയ്യണം. എന്നിട്ട് കോടതിയിൽ പോയി തെളിവ് കൊടുക്കണം. 45 ദിവസത്തിനുള്ളിൽ ഈ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ മോങ്ങിയിരിക്കല ചെയ്യേണ്ടത്, മഹാമോശമാണത്. അതിന് പകരം വരെ ചെയ്യാൻ പോകുന്ന അറിയോ? അതായത് ഒരു വർഷത്തിന് ശേഷം ബംഗാളിലോ നമ്മുടെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒക്കെ 2026 ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമല്ലോ. അതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി ഇനിയും വരും. രാഹുൽ ഗാന്ധി മറ്റൊരു ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് പറയും ബീഹാറിൽ നടന്നത് മുഴുവൻ തട്ടിപ്പായിരുന്നു, മുഴുവൻ വെട്ടിപ്പായിരുന്നു എന്ന് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ തോൽവിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ബീഹാറിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടിയിരുന്നത്, അത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ ആ വോട്ട് മുഴുവൻ മാറ്റി BJPയിലേക്ക് ആക്കി എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം രാഹുലേ. അതല്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷന് കുറ്റം പറയുക, ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ഏറ്റവും വലിയ രസം. അതായത് ബീഹാറില് വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞിട്ട് 16 ദിവസമാണ് കേട്ടോ. 16 ദിവസം ബീഹാറിന്റെ തെരുവുകളിലൂടെ രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ യാത്ര നടത്തി, ജനങ്ങളെ മുഴുവൻ അഭിമുഖീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വോട്ടർ പട്ടികയിൽ മുഴുവനും തകരാറാണ്, ഇവിടെ വോട്ട് തട്ടിപ്പാണ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് തട്ടിപ്പ് കൊണ്ടാണ്, അതുകൊണ്ട് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെതിരെ, വോട്ടർ പട്ടികക്കെതിരെ വൻ എന്താ പറയാ പ്രചരണമാണ്. പ്രചരണ കോലാഹലങ്ങളായിരുന്നു ബീഹാറിലുടനീളം 16 ദിവസം രാഹുൽ ഗാന്ധി നടത്തിയത്, അല്ലേ? പക്ഷേ ബീഹാറിലെ ജനങ്ങൾ മനസ്സിലാക്കി, ഈ പൊട്ടം പറയുന്നതിൽ ഒരു കാര്യമില്ല. അവിടെ ഇത്തരത്തിലുള്ള ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നില്ല. ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. SIR അവിടെ നടക്കുന്നത് മുഴുവൻ, അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടിമാറ്റുകയാണ്. 68 ലക്ഷം പേരെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കോലാഹലം നടക്കുമ്പോഴും ബീഹാറിലെ ജനങ്ങൾക്കറിയാം, ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല. ബീഹാറിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി, ഈ പൊട്ടം പറയുന്നത് മുഴുവൻ മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അവിടെ എന്ത് ചെയ്തത്? അവിടെ ജനങ്ങൾ വളരെ കൃത്യമായി ആരാണ് വികസനം കൊണ്ടുവരുന്നത്, ആരാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത്, അവർക്ക് വിശ്വാസം BJP ആയിരുന്നു, അവർക്ക് വിശ്വാസം JDU-വിനെ ആയിരുന്നു. അപ്പൊ JDU-വിലും BJP-യിലുമുള്ള വിശ്വാസം കൊണ്ട് അവർക്ക് വോട്ട് ചെയ്തു. അത്രയുള്ളൂ. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാരെ അപമാനിക്കുകയാണ് കേട്ടോ. വോട്ട് ചെയ്ത ഈ വോട്ടർമാരെ അപമാനിക്കുകയാണ് നിങ്ങൾ, അപഹസിക്കുകയാണ് നിങ്ങൾ. അവർ വോട്ട് ചെയ്തത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കഴിയുക എന്ന് അവർ ചിന്തിക്കുകയും അവർ അതിന് അനുസരിച്ച് വോട്ട് ചെയ്യുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്തു.
നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഗൃഹപാഠം നടത്തുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുകയാണ്. നിങ്ങളുടെ വീഴ്ചകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ വീഴ്ചകൾ എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ എന്ന്. അവിടെ ഏറ്റവും അവസാനം അവിടെ സംഭവിച്ചത്, നിങ്ങൾ സൗഹൃദ മത്സരം എന്ന പേരില്ലേ അവിടെ പരസ്പരം മത്സരിക്കുകയായിരുന്നു. 16 സ്ഥലങ്ങളാണ് കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങളെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് അണികളൊക്കെ ചിന്തിക്കേണ്ടത്, ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ബീഹാറിൽ നിങ്ങൾ പരസ്പരം പോരടിക്കുകയായിരുന്നു. പരസ്പരം 16 സ്ഥലങ്ങളിൽ നിങ്ങൾ മത്സരിക്കുകയായിരുന്നു. അവിടെയൊക്കെ ബി ജെ പി ജയിച്ചു. നിങ്ങൾ തല്ലുകയായിരുന്നു. അടിസ്ഥാനപരമായി ഒരു പ്രശ്നങ്ങളും നിങ്ങൾ അഭിമുഖീകരിച്ചില്ല. രാഹുൽ ഗാന്ധി അന്ന് യാത്ര നടത്തി പോയതിനു ശേഷം രാഹുൽ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അവസാന ഘട്ടത്തിലാണെന്ന് വന്നത്. രാഹുലിന്റെ കൂടെ തേജസ്വി യാദവ് ഒരിക്കലും രാഹുലിനെ ഈ പൊട്ടത്തരങ്ങളെ ഏറ്റുപറഞ്ഞില്ല. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചോ SIR-നെതിരായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ വോട്ട് ചോരി, വോട്ടധികാർ ഇതിനെപ്പറ്റി ഒന്നും തേജസ്വി യാദവ് മിണ്ടിയില്ല. കാരണം തേജസ്വി യാദവ് എന്ന് പറയുന്ന അത്യാവശ്യം ബോധവും വിവരമുള്ള മനുഷ്യനാണ്. അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് പാർട്ടികൾ അവരൊരുമിച്ച് ചേർന്നപ്പോൾ ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരിൽ വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്തില്ല. ഇന്നലെ ഈ മീഡിയ 1 ചാനലിലുണ്ടായ ഒരു അടുപ്പുകൂട്ടി ചർച്ചയിൽ ഒരാളിങ്ങനെ ഇരുന്നിട്ട് വളരെ സീരിയസ് ആയി പറയാണല്ലോ, ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ആഘാതം അനുഭവിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. കാരണം ചരിത്രത്തിൽ ഇന്ന് വരെ ഈ 90%-ത്തിലും അധികം ഇത്രയും വലിയ വോട്ട് ഷെയർ ഒരു പാർട്ടിയും നേടിയിട്ടില്ല. ഇത്രയും ഗംഭീരമായ വിജയം ആരും നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരാണിനി പ്രശ്നങ്ങൾ. ഇതെങ്ങനെ ജനങ്ങളോട് പറയണം? എങ്ങനെ ഞങ്ങൾക്ക് അതായത് ജനങ്ങളോട് ഇനി പറയണത്രേ. ജനങ്ങളോട് പറയാം എങ്ങനെ ഞങ്ങൾക്ക് ഇത്രമാത്രം വോട്ട് കിട്ടിപ്പോയി എന്ന് ജനങ്ങളോട് പറയണത്രേ. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന്. ഒന്ന് ആലോചിച്ചോ നിങ്ങൾ ഇതിന്റെ തമാശ. ഇത്രയും വലിയ, അതായത് 202 വോട്ട് ഈ സഖ്യം നേടിയിട്ട് NDA ജനങ്ങളോട് പറയണം 202 വോട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള കാരണം ഇതൊക്കെ ആണ് കേട്ടോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത്രേ ഈ പറയുന്നതിനൊക്കെ ഒരു മാത്രമല്ല, അതിനേക്കാൾ വലിയ രസം എന്ന് പറഞ്ഞാൽ അവിടെ ആരോ പറഞ്ഞിട്ടുണ്ട് അത്രേ, അവിടെ എത്രയാണ് 3 ലക്ഷം വോട്ടർമാര്, അതായത് വോട്ട് ഈ പട്ടികയിലുള്ളതിനേക്കാൾ 3 ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തു. പട്ടികയിലുള്ളതിനേക്കാൾ 3 ലക്ഷം ആൾക്കാർ അവിടെ വോട്ട് ചെയ്ത് എത്രയോ 7-7.5 കോടി വോട്ടർമാരിലുള്ളതിൽ അവസാനം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചിലപ്പോൾ ഒരു ക്ലറിക്കൽ എറർ ആയിരിക്കും, അറിയില്ല. പക്ഷെ അവർ പറയുന്നത് ഇത് CPI-യുടെ ഒരു നേതാവാണ് ഇത് ആദ്യം പൊട്ടിച്ചത് കേട്ടോ. ഒന്നും ദേശാഭിമാനിയിൽ ഞാൻ കാണിക്കാം. ദേശാഭിമാനിയിൽ വാർത്തയുണ്ട്. അവിടെ ആകെ, അതായത് വോട്ടർ പട്ടികയിൽ ആകെ ക്രമക്കേടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷന് ഏതോ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത്രേ. അവിടെ 69% പേരാണ് വോട്ട് ചെയ്തത്. 69% വോട്ട് ചെയ്തു. അതായത് എത്രയോ 7 കോടി എത്രയോ ആൾക്കാർ വോട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ ആ സംഖ്യ എന്ന് പറയുന്നത് അവിടെ മൊത്തം വോട്ടർമാരെക്കാൾ 3 ലക്ഷം കൂടുതലാണ്. അപ്പൊ പറയാണ് അവിടെ 3 ലക്ഷം പേർ അധികം ഇതിൽ കൂട്ടിച്ചേർത്തത്. എങ്ങനെയാണ് ഈ 3 ലക്ഷം പേരെ ഇതിലാണ്ട് ഉൾക്കൊള്ളിക്കുകയാണ്? 3 ലക്ഷം പേരുടെ വോട്ട് BJP-ക്കാണ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യാഥാർത്ഥ്യവും അംഗീകരിക്കാതെ ഞങ്ങൾ എന്ത് തെണ്ടിത്തരം ചെയ്താലും, ഞങ്ങൾ പോയി കടലിൽ ചാടിയാലും പൊറാട്ട തിന്നാലും അങ്ങനെ അടിത്തറയിലുള്ള പ്രവർത്തനമൊന്നും വേണ്ട. അപ്പം ബീഹാറിലെ അല്ലെങ്കിൽ ഹരിയാനയിലെ എവിടെയും കോൺഗ്രസിന് അടിത്തറയിൽ പ്രവർത്തനം ഇല്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ ഷോ കാണുമ്പോൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്ന ഈ മറ്റേ എന്താ പറയാ LED വാളൊക്കെ ഉപയോഗിച്ച് അതിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പൊട്ടത്തരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺഗ്രസിന് അടിത്തറയിൽ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. കോൺഗ്രസിന് അവിടെ ആരുമില്ല. കോൺഗ്രസിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. കാരണം വോട്ടർ പട്ടികയിൽ ഈ ക്രമക്കേട് വല്ല ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അറിയേണ്ടതാണ്, നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതാണ്, നേരത്തെ തന്നെ ഇതിനെതിരെ പരാതി കൊടുക്കേണ്ടതാണ്. ഇതൊന്നും ഇല്ലാതെ 1.5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം വന്നിരുന്ന് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് തന്നെ പറയുകയാണ് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ആകെ ദുർബലമാണ്, ഞങ്ങളുടെ സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ ഇല്ല എന്നുള്ളത് കോൺഗ്രസ് തന്നെ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ഭീകരമായ തോൽവി അഭിമുഖീകരിച്ച കോൺഗ്രസ് ഇനി അടുത്ത് കേരളത്തിൽ 2026 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ? ഒരു സംശയം വേണ്ട. കോൺഗ്രസിന്റെ കൂടെ നിന്ന ആൾക്കാർ, കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ പലരും ഇനി മാറി ചിന്തിക്കും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒപ്പുവെച്ച കലം പോലെ ഇല്ലാതായിരിക്കുന്നു എന്നും മാത്രവുമല്ല ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ കോൺഗ്രസ് നടത്തുന്ന ഈ പറയുന്ന ആരോപണങ്ങൾ അത്രയും കഴമ്പില്ലാത്തതാണ് എന്നും വളരെ കൃത്യമായി കേരളത്തിലെ
ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അറിയണം, കേരളത്തിൽ ഏത് പാർട്ടിയെയാണോ ഇവിടെ ജയിപ്പിക്കേണ്ടത് എന്നുള്ളത് ആ പാർട്ടിയുടെ കേഡർമാരല്ല കേരളത്തിൽ ഇത്രയും കാലം തീരുമാനിക്കുന്നത്. നിഷ്പക്ഷരായ ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, കൃത്യമായി, അതായത് അടിമകൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് ജീവിതകാലം മുഴുവൻ വിധേയത്വം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളല്ലാത്ത ഒരു 30, 35, 40% ആളുകളാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. ആ നിഷ്പക്ഷരായ ആൾക്കാർ, അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മധ്യവർഗമാണ്. ഇവിടുത്തെ മധ്യവർഗത്തിലുള്ള ഒരു 30-35% വരുന്ന നിഷ്പക്ഷരായ ആൾക്കാർ, നിഷ്പക്ഷർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമില്ലാത്ത ആൾക്കാർ ഇനി ചിന്തിക്കും, കോൺഗ്രസിന് എന്തിനു വോട്ട് ചെയ്യണം, കോൺഗ്രസിന് എന്തിനു വോട്ട് ചെയ്യണം. ഈ രീതിയിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഘടനാ സംവിധാനവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ബോധവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള രാജ്യത്തോടുള്ള സ്നേഹവും ഇല്ലാതെ, വെറുതെ അനാവശ്യമായി ഇതര രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോൽവി പോലും അംഗീകരിക്കാൻ പറ്റാതെ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്ന, കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു പാർട്ടിയെ എന്തിന് കേരളത്തിൽ ജയിപ്പിക്കണം എന്ന് ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ മധ്യവർഗ ജനങ്ങൾ അവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന മുഴുവൻ ആൾക്കാരും ഒരുപക്ഷെ അവർ ഇനി BJPയോട് അത്രമാത്രം വിരോധമുള്ള ആൾക്കാർ വളരെ പതുക്കെ അവർ CPM-ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവർ CPM-ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്തിന് കോൺഗ്രസിൽ നിൽക്കണം? അവരുടെ അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരും BJPയെ ഭയങ്കരമായി എതിർക്കുന്നവരുമായ ആൾക്കാർക്ക് മനസ്സിലാവും, ഇനി കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, അവർ CPM-ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട്, അവർ BJPയുടെ കൂടെ വരും. കാരണം BJP എന്നുള്ളത് രാജ്യത്തെ നയിക്കാൻ ഇന്ന് BJP മാത്രമാണ്. അവർ ഈ ബീഹാറിലെ ഇത്രയും വലിയ വിജയം എന്ന് പറഞ്ഞാൽ കോരിത്തരിപ്പോടെ കാണുന്ന, ഏറ്റവും വലിയ സന്തോഷത്തോടെ കാണുന്ന, കാരണം കേരളത്തിലെ ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടി, കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ പാർട്ടി, ഈ നരേന്ദ്രമോദി നയിക്കുന്ന അല്ലെങ്കിൽ അമിത്ഷാ നയിക്കുന്ന ഈ BJP ആണ് എന്ന ഒരു ബോധ്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ രീതിയിൽ സമീപിക്കുന്ന ആൾക്കാർ, അവർ തീർച്ചയായും BJPക്ക് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ കരുതുന്നു 2026 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇന്നലെ എന്തായിരുന്നു രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണ്. UDF എന്ന് പറയുന്ന ആ സങ്കല്പം, അല്ലെങ്കിൽ UDFന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ ഒരു പങ്ക് CPM-ലേക്ക് പോകും, ഒരു പങ്ക് BJPയിലേക്കും പോകും. അങ്ങനെ പോകുമ്പോൾ ഈ 2026 തിരഞ്ഞെടുപ്പ് ഫലം UDFനെതിരായിരിക്കും. കാരണം ആ രീതിയിലുള്ള ഒരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഏറ്റവും പ്രധാനം, കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അവർ ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഇന്ന് ഈ KC വേണുഗോപാലിന്റെ ഒരു പ്രസ്താവനയൊക്കെ കാണുമ്പോൾ ഏത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസിന്റെ പിന്നാലെ നിൽക്കുക? ഇപ്പോഴും പറയുന്നു ഇത് വോട്ട് ചോരി എന്ന്. അതാവട്ടെ കോടതിയിൽ പോകുന്നില്ല, ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുന്നില്ല, ഒരു തെളിവുമില്ല. ഞങ്ങൾ തോറ്റത് കൊണ്ട് ഇത് ക്രമക്കേട്, ഞങ്ങൾ തോറ്റാൽ ക്രമക്കേട്, ഞങ്ങൾ ജയിച്ചാൽ ഓക്കെ. ഇത് കോൺഗ്രസിന്റെ ഏറ്റവും തെറ്റായ ഒരു സമീപനമാണ് എന്ന് വളരെ കൃത്യമായി ഈ കോൺഗ്രസ്സുകാർക്ക് അറിയാം. പത്മജ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടോ. പത്മജ വേണുഗോപാൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പത്മജ പറയുന്നത് കൊണ്ട് അത് പൊട്ടത്തരമാണെന്ന് നിങ്ങൾ കരുതണ്ട. പത്മജ വളരെ കൃത്യമായി പറയുന്നു, മുമ്പ് കോൺഗ്രസ് ഇതേപോലെ ഇന്നിപ്പോ BJP ജയിക്കുന്ന പോലെ, അല്ലെങ്കിൽ BJP നേടിയ ഈ ഗംഭീര വിജയം പോലെ പണ്ട് കോൺഗ്രസ് ഗംഭീര വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ എതിർകക്ഷികൾ, അന്ന് എതിർഭാഗത്തുള്ള BJPയോ അല്ലെങ്കിൽ എതിർഭാഗത്തുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതേപോലെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിരുന്നോ? പത്മജ ചോദിക്കുകയാണ്. കോൺഗ്രസ് ജയിച്ചിരുന്നപ്പോഴൊന്നും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നു? പകരം നിങ്ങൾ നിങ്ങളുടെ സംഘടനാ സംവിധാനം പരിശോധിക്കണം. ഒരു സംഘടനാ സംവിധാനം ഉണ്ടോ? താഴെ ലെവലിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത് പത്മജയാണ് കേട്ടോ. K കരുണാകരന്റെ മകളാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും പറയുന്നതാണ്. പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ ഒക്കെ പറയുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. എന്തുകൊണ്ട് തോറ്റു? അതല്ലാതെ രാഹുൽ എന്ന് പറയുന്ന പൊട്ടൻ പറയുന്ന പോലെ, രാഹുൽ എന്ന് പറയുന്ന പൊട്ടന് ഉപദേശിക്കുന്ന അല്ലെങ്കിൽ സർവേ നടത്തി കൊടുക്കുന്ന മറ്റൊരു പൊട്ടന്മാരുടെ സംഘം. ശശി തരൂർ വളരെ കൃത്യമായി പറഞ്ഞു, പരിശോധിക്കണം, തോൽവി പരിശോധിക്കണമെന്ന് ഇവിടുത്തെ അത്യാവശ്യം ബുദ്ധിയും വിവരവുമുള്ള ഈ നേതാക്കന്മാരൊക്കെ പറയുന്നു. ശശി തരൂർ പറയുന്നു അതിന് അങ്ങേപ്പുറമൊന്നുമില്ല. കാരണം ശശി തരൂരിന് വളരെ കൃത്യമായി അറിയാം. പക്ഷേ KC വേണുഗോപാലിനെ പോലെ ഈ ഹൈക്കമാൻഡിന് ഓശാന പാടുന്ന നേതാക്കന്മാർ അവരെത്ര കാലം ഇങ്ങനെ ഇനിയിപ്പോ കേരളത്തിൽ UDF തകർന്നാൽ ഇവരെന്താ പറയാ? ഇത് തന്നെയാണ് പറയാ. ബംഗാളിൽ
നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതാ ഒഴുകുകയാണ് നദി എങ്ങോട്ടേക്ക്, ഇനി ബംഗാളിലേക്കോ, ബംഗാളും ബി ജെ പി പിടിക്കും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതികളാകെ കറങ്ങി മറിയുകയാണ് കേട്ടോ. കേരളത്തിലും ഒരു നാൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നു. ബി ജെ പി വരിക തന്നെ ചെയ്യും. നിങ്ങളെല്ലായ്പ്പോഴും ബി ജെ പിയെ ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കുറ്റപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ ബി ജെ പിയെ എതിർക്കാൻ വേണ്ടിയുള്ള ശക്തി സമ്മാനിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒരു നിയമപ്രകാരം നടക്കുന്ന വളരെ കൃത്യമായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ വേണ്ടത്. ഒരിക്കൽ കൂടി ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, രാഹുൽ എന്ന് പറയുന്ന പൊട്ടനെ നിങ്ങൾ എന്ന് മാറ്റുന്നോ, എന്ന് നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നോ, അന്നേ നിങ്ങളുടെ പാർട്ടി ഗുണം പിടിക്കുകയുള്ളൂ. ഞാനല്ല പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള തിരിച്ചറിവുള്ള ആൾക്കാരൊക്കെ പറയും, കോൺഗ്രസ്സുകാർ പറയും, കോൺഗ്രസ് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ വഴിയേയുള്ളൂ, ഈ പൊട്ടനെ മാറ്റണം, ഈ പൊട്ടന്റെ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ അവസാനിപ്പിക്കണം. എങ്കിലേ കോൺഗ്രസിന് ഒരു ജനവിശ്വാസം, ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത വരികയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ബീഹാറിൽ വെറും 6 സീറ്റ് നേടിക്കൊണ്ട് 61 സീറ്റിലാണ് മത്സരിച്ചത്. 61 സീറ്റിൽ മത്സരിച്ച് വെറും 6 സീറ്റ് മാത്രം നേടിക്കൊണ്ട് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക്. എന്താണ് കോൺഗ്രസ് ഇനിയുള്ള കാലം, കോൺഗ്രസിന്റെ ഭാവി എന്താണ്? 2026 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം, ഇനി ബീഹാറിന് ശേഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുണ്ട്. 1 തമിഴ്നാട്, 2 പശ്ചിമ ബംഗാൾ, 3 കേരളം, പിന്നെ ആസാം, പുതുച്ചേരിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് എന്നുള്ളത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മനുഷ്യര് മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഏറ്റവും അവസാനം ഇപ്പൊ നമ്മുടെ കെ സി വേണുഗോപാലിൻ്റെതായ പ്രതികരണം ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടു. കെ സി അത്യാവശ്യം കാര്യങ്ങൾ വിലയിരുത്തും എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. രാഹുൽ ഗാന്ധിയുടേതായി ചില പ്രതികരണങ്ങൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയിൽ നിന്ന് നാം വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ വീണ്ടും പറയുന്നു, കാരണം രാഹുൽ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നല്ലോ. സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ കരയുക, നിലവിളിക്കുക. വോട്ടെടുപ്പിന്റെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇതാ തോൽക്കാൻ പോകുന്നു, ബീഹാറിൽ കോൺഗ്രസ് തോൽക്കും. പക്ഷെ ബീഹാറിൽ കോൺഗ്രസ് തോൽക്കുന്നത് കോൺഗ്രസിന്റെ കുറ്റം കൊണ്ടല്ല, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിക്കുകയാണ്, ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ഹരിയാനയിൽ നടന്ന കുറെ കണക്കുകൾ നമ്മളെ കാണിച്ചു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു 3 തവണയായി പത്രസമ്മേളനം നടത്തുന്നു. ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നു, ന്യൂട്രോൺ ബോംബ് പൊട്ടിക്കുന്നു, ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു ബോംബ് പൊട്ടിയില്ല, ഒരു ചെറിയൊരു ചീള് പടകം പോലും ആയില്ല. കാരണം രാഹുലിന് ആരൊക്കെയോ തയ്യാറാക്കി കൊടുക്കുന്ന എന്തൊക്കെയോ പൊട്ട റിപ്പോർട്ടുകൾ. മഹാദേവപുരയില് എന്തോ ഭയങ്കര സംഭവം നടന്നു, ഇവിടെ ഒരുപാട് വോട്ട് വെട്ടി, ഒരുപാട് വോട്ട് അനധികൃതമായി ചേർത്തു, എന്നിട്ടൊക്കെയാണ് BJP വിജയം നേടിയത് എന്നുള്ള രീതിയിൽ ഒരു നറേഷൻ, അങ്ങനെയാണ് രാഹുൽ ആദ്യം വന്നത്. പക്ഷെ അതിലെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ പോലും രാഹുലിന് അറിയില്ലായിരുന്നു. ഈ മഹാദേവപുരയിൽ 6 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ മുഴുവനും കോൺഗ്രസ് ആണ് ജയിച്ചത്. പക്ഷേ 6 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ജയിച്ചത്. പക്ഷെ ലോക്സഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ BJP ജയിച്ചു, അവിടെ ഭയങ്കര അട്ടിമറി എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ആ ലോക്സഭാ മണ്ഡലത്തിൽ അതിൽ 4ലും BJP ആണ് ജയിച്ചത്. മാത്രമല്ല BJP തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എന്ന് പോലും രാഹുലിന് വേണ്ടിയിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുലിന്റെ പൊട്ടന്മാര് ഇവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നിരന്തരം ഏറ്റവും അവസാനം ഈ നമ്മുടെ ഹരിയാനയില് വൻ അട്ടിമറി എന്നൊക്കെ പറഞ്ഞ് ഹൈഡ്രജൻ ബോംബ്, H ഫയൽസ് എന്നൊക്കെ പറഞ്ഞു കണ്ട് ഭയങ്കര പ്രകടനമാണ് നടത്തിയത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും പൊട്ടത്തരമാണ്, അത്രയും തെറ്റാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു. അക്കമിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ബ്രസീലിയൻ മോഡൽ 12 സ്ഥലത്ത് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ പടം വന്നിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം വോട്ടർ പട്ടികയിൽ ഒരുപാട് അപാകതകളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട്. അതുകൊണ്ടാണ് SIR നടക്കുന്നത്, അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്നത്. പക്ഷെ അത് പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. രാഹുൽ ഒരു ഭാഗത്ത് പറയുന്നു വോട്ടർ പട്ടിക ആകെ കുഴപ്പം,
നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക 2002 ശേഷം പിന്നെ ഇത് സമഗ്രമായി പരിഷ്കരിച്ചിട്ടില്ല. അപ്പൊ 2002 ശേഷം വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴാണ് പറയുന്നത് അത് പറ്റില്ല, വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പറ്റില്ല, പക്ഷെ വോട്ടർ പട്ടിക മുഴുവൻ തകരാറാണ്. എന്ത് മറുപടിയാണ് രാഹുലിനോടൊക്കെ പറയേണ്ടത്? എന്ത് മറുപടിയാ പറയാ? വോട്ടർ പട്ടികയിൽ തകരാറുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ എന്നാ പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്നല്ല പറയേണ്ടത്. വോട്ടർ പട്ടികയിൽ തകരാറുണ്ട് പക്ഷെ പരിഷ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ പറയുന്നതിന് ഒരു ലോജിക്കും ഇല്ലാതെ നല്ല പ്രാന്തന്മാര് പോലും ഇങ്ങനെ പറയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രണ്ട് നിലപാടെടുക്കാൻ പാടില്ലല്ലോ. ഒന്നുകിൽ വോട്ടർ പട്ടികയിൽ തകരാറുണ്ട്, അങ്ങനെയാണെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കണം, അല്ലെ പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കണ്ട, കാരണം വോട്ടർ പട്ടികയിൽ തകരാറൊന്നുമില്ല. ഇത് വോട്ടർ പട്ടികയിൽ തകരാറുണ്ട് പക്ഷെ പരിഷ്കരിക്കുകയും ചെയ്യരുത്. അത് ഒരു ഭാഗം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏറ്റവും അവസാനത്തെ രാഹുൽ ഗാന്ധി നടത്തിയ 3 വെളിപ്പെടുത്തലുകളും മഹാ ബ്ലണ്ടേഴ്സായി മാറി. ഇലക്ഷൻ കമ്മീഷണർ വളരെ കൃത്യമായി പറഞ്ഞു, വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ, വല്ല തർക്കവും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രമക്കേട് നടന്നു എന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തരൂ, ഞങ്ങളെടുത്ത് നിയമപ്രകാരം ചട്ടപ്രകാരം ഇത് ഞങ്ങൾക്ക് പരാതി തരൂ എന്ന് പറഞ്ഞിട്ട് രാഹുൽ പറയുന്നു ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്തൊന്നും പോകില്ല. എന്നാ പിന്നെ കോടതി പോയിക്കൂടെ? കോടതിയിലും പോകില്ല, ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പോകില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുകയാണ്. രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകമാണ്, നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം നമ്മുടെ കോടതികൾ, നമ്മുടെ ഇലക്ഷൻ സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ പവിത്രമായി നമ്മൾ കരുതേണ്ടുന്ന സ്ഥാപനങ്ങളാണ്. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യമില്ല. കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രാജ്യം, പിന്നെ ജനാധിപത്യമില്ല, പിന്നെ നമ്മുടെ രാജ്യം തന്നെ ഇല്ല, രാജ്യത്തിന് കെട്ടുറപ്പില്ല. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് വരുന്നത് ഇലക്ഷൻ കമ്മീഷന് ഒരു വിശ്വാസ്യതയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ തട്ടിപ്പാണ്, ഇത് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടോ. കർണാടകയിൽ എങ്ങനെ ജയിച്ചു, തെലങ്കാനയിൽ എങ്ങനെ ജയിച്ചു, മുമ്പ് എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്, പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളതിനെ പറ്റി രാഹുലിന് ഉത്തരവൊന്നുമില്ല കേട്ടോ. അതായത് ഞങ്ങൾ ജയിച്ചാൽ ഓക്കെ, കോൺഗ്രസ് ജയിച്ചാൽ ഓക്കെയാണ്, കോൺഗ്രസ് തോറ്റാൽ അത് എന്താ ആദ്യം പറഞ്ഞത് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തകരാറാണ് എന്ന് ആദ്യം പറഞ്ഞു. സുപ്രീം കോടതി ഓടിച്ചു ഈ വഴിക്ക് കണ്ടുവരുന്നത് പറഞ്ഞു. ഒരു തകരാറില്ല. ഹൈപ്പവർ കമ്മിറ്റി പരിശോധിച്ചു, EVM ഒരു പ്രശ്നമില്ല, EVM അത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ഡാറ്റയും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ EVM കുറിച്ച് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നീടാണ് വോട്ടർ പട്ടികയിൽ അനർഹരെ കൂട്ടിച്ചേർക്കുന്നു. ഇതൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. BJPക്ക് വോട്ട് ചെയ്യുന്ന കരുതുന്ന ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ കയറ്റുക, വോട്ടർ പട്ടികയിൽ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതാത്ത ആൾക്കാരെ മുഴുവൻ അവിടുന്ന് വെട്ടിമാറ്റുക. വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കാലോ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് കോടതിയിൽ പോകാലോ. ഈ അവസാനം SIR നടത്തിയ, അല്ലെങ്കിൽ SIR ആദ്യമായി നടത്തിയ ബീഹാറിൽ, ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ SIR പൂർണ്ണമായി നടത്തി. ഇവർ പറയുന്നത് എന്താണ്? 64 ലക്ഷം 68 ലക്ഷം ആൾക്കാരെ വെട്ടിമാറ്റി. ഇത് മുഴുവനും ഇവിടുത്തെ പിന്നോക്ക വിഭാഗക്കാരാണ്, മുസ്ലിങ്ങളാണ്, ഇവരെ മുഴുവനും വെട്ടിമാറ്റി എന്നാണ് ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിലുണ്ട്, ഇന്നും ദൃശ്യമാധ്യമങ്ങളിൽ KC വേണുഗോപാൽ മാധ്യമങ്ങളോട് അതാ പറഞ്ഞത്, വെട്ടിമാറ്റിയില്ലേ എന്ന് പറയുന്നത്. എന്ത് വെട്ടിമാറ്റാനാടോ? വെട്ടിമാറ്റിയെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കണ്ടേ, ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കട്ടെ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒരാൾ പോലും വന്നില്ല. എങ്ങനെ വരും? മരിച്ചുപോയ ആൾക്കാർ വരുമോ? ഞങ്ങളെ പേര് വെട്ടി എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ആൾക്കാർ വരുമോ? മരിച്ചുപോയ ആൾക്കാരുടെ പേര് വെട്ടിയിട്ടുണ്ട്. 2 സ്ഥലത്ത് വോട്ടുള്ള ആൾക്കാരുടെ പേര് വെട്ടിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് വെട്ടി. ഇവിടെ അനർഹമായി നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടും വെട്ടി. പിന്നെ ആരാണ് ഈ എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞു വരിക? ഒരാളുടെ വോട്ട് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു 68 ലക്ഷത്തെ വെട്ടി.